മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ വലിയ ആരോപണവുമായിട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഞാൻ ആദ്യമേ തന്നെ വ്യക്തമായിട്ടൊരു വെല്ലുവിളി ഉയർത്തുകയാണ്. കോൺഗ്രസിൽ ആണായിട്ട് പിറന്നിട്ടുള്ള, UDF-ൽ ആണായിട്ട് പിറന്നിട്ടുള്ള ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇനി കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതും. അതായത് ശോഭാ സുരേന്ദ്രന് ഒരു അമ്മൂമ്മക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞാണ് ഇവിടെ വലിയ ബഹളം. ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഉണ്ടോ? ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു, ആ സ്ത്രീ തിരിച്ചു നടക്കുന്നു. ഇതിൽ എവിടെയാണ് ശോഭാ സുരേന്ദ്രൻ? പിന്നെ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തു എന്ന് പറയുന്നത്? ഇനി ഇതേ വീഡിയോയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഇത് ആരുടെ തിരക്കഥയാണ്? ഇത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു തിരക്കഥ തയ്യാറാക്കിയത്? ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കലാശക്കൊട്ട് നടന്നു. ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകളാണ് ശോഭാ സുരേന്ദ്രനൊപ്പം അണിനിരന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പൊട്ടി തകർന്നത് അത് BJP പണം കൊടുത്തു, ആ ഒരു രീതിയിൽ ഞങ്ങൾ തോറ്റു എന്ന് പറയാനല്ലേ ഇതുപോലൊരു തിരക്കഥ ഉണ്ടാക്കിയത്. ഇതെങ്ങനെയാണ് നമ്മൾ തിരക്കഥ എന്ന് പറയുന്നത്? അതിന് നമ്മൾ ഇവരുടെ വീഡിയോ തന്നെ ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ല. വ്യക്തമായിട്ട് ഒരു സ്ത്രീ നടന്നു പോകുന്നു, എന്നിട്ട് ഒരു അമ്മയുടെ കയ്യിൽ എന്തോ കൊടുത്തതുപോലെ ദൂരത്ത് നിന്ന് കാണുന്നു. അപ്പൊ തന്നെ കൃത്യമായിട്ട് ഒരു മതിലൊക്കെ കാണാം അവിടെ. അവരുടെ വീഡിയോയിൽ ഉള്ളതാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഷോട്ട് അങ്ങ് അവസാനിച്ചിട്ട് അടുത്തത് ക്ലോസ് ആയിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. എങ്ങനെയാണ് ഈ മതിലിന്റെ അടുത്ത് നിന്ന് വീഡിയോ എടുത്ത ദൂരത്തുള്ള ഇവർ കൊടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ മുഖത്തേക്ക് വീഡിയോ എത്തിക്കുന്നത്? അതെന്ത് മികവ്! ഏത് സിനിമക്ക് ഇത് ക്യാമറമാൻമാര് കണ്ടാൽ തന്നെ ഇത് പുച്ഛിച്ച് തള്ളുന്നത് എജാതി തിരക്കഥ എന്ന് ചോദിക്കും. കാരണം മതിലിന് ഇപ്പുറം നിന്ന് എടുത്ത വീഡിയോ സ്പോട്ടിൽ പിന്നീട് ആ പണം ഉൾപ്പെടെ കാട്ടിയിട്ട് ആ സ്ത്രീ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ അങ്ങെടുത്ത് ഒരു ക്ലോസപ്പ് കൊടുത്തു. ഇത് കണ്ടാൽ തന്നെ അറിയൂല ഇത് തട്ടിപ്പാന്ന്. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ കാണുന്നത് ഒരു റോട്ടിലാണ്. അത് ഏത് റോഡാണ്? ആ വീടിന്റെ മുമ്പിലുള്ള റോഡാണോ? ഇനി അത് വീടിന്റെ മുമ്പിലുള്ള റോഡാണെങ്കിൽ നമ്മൾ ആ വീടിന്റെ പിന്നീട് എടുത്ത മതിലൊന്നും കാണുന്നില്ല. ഓക്കെ, ഇനി അവര് പറയുന്നത് പോലെ ആ വീടിന്റെ മുമ്പിലുള്ള റോഡാണെങ്കിലും അവിടേക്കാണ് പിന്നീട് അടുത്ത ഷോട്ട് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ആ സ്ത്രീ നടന്നു പോകുന്നു. ആ സ്ത്രീ നടന്നു പോയിട്ട് അപ്രത്യക്ഷാവുക. അല്ലാതെ ശോഭാ സുരേന്ദ്രന്റെ കാറിൽ കയറുന്നത് എവിടെയില്ല. കോൺഗ്രസ്സുകാര് ഏതെങ്കിലും ആണായിട്ട് പിറന്ന ഒരു കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇനി ഇതേ വീഡിയോയിലേക്ക് തന്നെ അവർ മറ്റൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഒരു കാറ് ഇങ്ങനെ കയറി ശോഭാ സുരേന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്നു, ഗ്ലാസ് താത്തിയിട്ട് വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുന്നു, സംസാരങ്ങൾ ഉണ്ടാവുന്നു. ആ വീഡിയോ അങ്ങ് ഒപ്പിയിടുക. എന്നിട്ട് അതും ഇതും എല്ലാം കൂടി എടുത്തിട്ട് ശോഭാ സുരേന്ദ്രൻ പണം കൊടുക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് ഒരു ഉളുപ്പില്ല. ഇതൊക്കെ ഈ കാലത്ത് ഏതൊരു മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു വീഡിയോ കണ്ടാൽ അത് കട്ടായിട്ടുള്ള വീഡിയോ ആണ് എന്ന് സാധിക്കൂലേ? ഇത് ശരിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മളിവിടെ കൊടുത്തത്. അതിൽ വ്യക്തമായിട്ട് ഓരോരോ ഭാഗങ്ങൾ എന്നിട്ട് അത് കൂട്ടി യോജിപ്പിച്ചതാ. ഈ ശോഭാ സുരേന്ദ്രനുള്ള സ്ഥലം എവിടെയാ? ആ റോഡ് എവിടെയാ? ആ മതിൽ നിന്ന് എടുത്ത വീഡിയോ പെട്ടെന്ന് എങ്ങനെ ആ പണത്തിന്റെ അടുത്തേക്ക് ഷോട്ട് പോകുന്നു, ക്ലോസപ്പ് പോകുന്നു, മുഖം ഇതൊക്കെ ലളിതമായ ചോദ്യങ്ങളല്ലേ? അതാണ് വ്യക്തമായിട്ട് ചോദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ആണായിട്ട് പിറന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനൊക്കെ മറുപടി പറയാൻ? ഇതൊരൊറ്റ വീഡിയോയിൽ ഒരേപോലെ ഒരു ഷോട്ട് എടുത്തിട്ട് ഇന്ന സ്ത്രീ നടക്കുന്നു, ഇന്ന് പോകുന്നു, എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ ഇത് കട്ട് ചെയ്ത് ഒരു ഗിമ്മിക്ക് ഈ വീഡിയോയിൽ ഇതൊക്കെ മലയാളികൾ ഒന്നടങ്കം കാണില്ലേ? ഇനി ഈ അമ്മൂമ്മയെ വളഞ്ഞിട്ട് ആക്രമിച്ചത് മലയാളികൾ ഒന്നടങ്കം കണ്ടില്ലേ? എന്നിട്ടും ആ അമ്മൂമ്മ അത് നിഷേധിച്ചില്ലേ? ഞാനത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ആ അമ്മൂമ്മ അത് നിഷേധിച്ചു. എനിക്കൊരു പണവും തന്നിട്ടില്ല, എനിക്ക് ആരും ഒരു പണവും തന്നിട്ടില്ല എന്ന്.
വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോഴും ഇനി മറ്റൊരു ലളിതമായ ചോദ്യമുണ്ട്. ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ പോയിട്ട് പണം കൊടുക്കുക എന്ന് പറയുന്നത്, ആ സ്ത്രീ ആരാണ്? ആ സ്ത്രീയും ശോഭാ സുരേന്ദ്രന്റെ ഈ പണം കൊടുക്കലുമായിട്ട് എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു? ആ സ്ത്രീ കൊടുത്തതിന് അല്ലെങ്കിൽ കൊടുക്കുന്നത് പോലെ ഒരു വീഡിയോ കാട്ടിയിട്ട് എന്താണ് നിങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ സ്ത്രീയുടെ ചുരിദാറിന്റെ മുകളിൽ എവിടെയെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല, എവിടെയില്ല. ഇനി BJP പതാക പിടിച്ചിട്ടാണോ ആ സ്ത്രീ അവിടെ പോയി പണം കൊടുക്കുന്നത്? ഇനി പോട്ടെ, ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം നിന്നിട്ട് ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഉണ്ടോ ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് നിന്ന് പോയിട്ട് പണം കൊടുത്ത് തിരിച്ച് ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? ഏതെങ്കിലും? ഈ പറയുന്ന സ്ത്രീ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ, അതൊന്നും അല്ല ചോദ്യം. ഈ വീഡിയോയില് ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് നിന്ന് പോയിട്ട് പണം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? ശോഭാ സുരേന്ദ്രൻ ഇവരുമായിട്ട് കൈ കൊടുത്ത് ഇവര് പറഞ്ഞയച്ചതായിട്ടുള്ള ഒരു വീഡിയോ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു ആണായി പിറന്നിട്ടുള്ള ഏതെങ്കിലും ഒരുത്തരും കാണിക്കാൻ സാധിക്കും? കാണൂല. അത്തരം ഒരു വീഡിയോ പോലും ഇല്ല. ഇത് പാലക്കാട്ടെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയാം. ഇത് ശോഭാ സുരേന്ദ്രനെ അപമാനിക്കുക, വ്യക്തിഹത്യ ചെയ്യുക, വേട്ടയാടുക എന്ന കൃത്യമായ ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടതാണ് എന്നും ആ പരാജയപ്പെട്ടതിന്റെ കാരണം പണം കൊടുത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞ് ഒരു ജാമ്യമെടുക്കലാണ് ഈ ഒരു പ്രശ്നം എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞ്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിലും അവന്റെ ആശാൻ ഷാഫി പറമ്പിലും പിന്നെ ഒരുപാട് ആശാന്മാരുണ്ടല്ലോ, എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു തിരക്കഥ. ഇതിൽ നന്നായിട്ട് പിഷാരടി അഭിനയിക്കുന്നുണ്ട്. അഭിനയത്തിന്റെ അങ്ങേറ്റം രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്കിതിലൊന്നും പറയാൻ, ഇത് കൃത്യമായ ഒരു തിരക്കഥ സെറ്റ് ചെയ്ത് വെച്ചാ ഒരു പാവം ഇമേജ് ഉണ്ടാക്കാൻ ഒരു ഉണ്ടാവാൻ പോകുന്നില്ല. കോൺഗ്രസ് ഈ ഒരു ഗിമ്മിക്ക് കാട്ടിയതോട് കൂടിയിട്ട് 8 നിലയിൽ പാലക്കാട് പൊട്ടാൻ പോവാ. ശോഭാ സുരേന്ദ്രൻ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ് അവരെ ആക്രമിച്ചതിന് പാലക്കാട്ടെ വിവേകമുള്ള ജനത ഒരൊന്നൊന്നര മറുപടിയാ നാളെ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നേർക്ക് നേർ നിന്ന് മത്സരിക്കണം. നേർക്ക് നേർ നിന്ന് ആരും മത്സരിക്കട്ടെ, എന്നിട്ട് വോട്ട് വാങ്ങിയിട്ട് അന്തസ്സിന് വിജയിക്കട്ടെ. ഇതെന്തിനാണ് ഊച്ചാളിത്തരവുമായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് രംഗത്ത് പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ അത് ജനവിധിയാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ഏറ്റുവാങ്ങണം. അത് ഏത് പാർട്ടിയാണെങ്കിലോ അത് ഏറ്റുവാങ്ങാൻ സാധിക്കാഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസിന്റെ പെണ്ണ് കേസ് കാരണം അവിടെ പരാജയപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലൊക്കെ വലിയ ഇമേജ് തകരും. അപ്പൊ അവരുണ്ടാക്കിയിട്ടുള്ളൊരു ഒന്നാം തരം നാടകമാണ്. ആ നാടകം തന്നെ 8 നിലയിൽ പൊളിഞ്ഞു. ആ നാടകം പൊളിയാനുള്ള കാരണം അവര് തന്നെ പുറത്തിറക്കിയ വീഡിയോയില് ഘട്ടമായിട്ട് 3 ഘട്ടമായിട്ടാണ് ആ വീഡിയോ ഇറക്കിയിട്ടുള്ളത്. പണം കൊടുക്കുക എന്ന തരത്തിലൊരു വീഡിയോ ആദ്യ ഭാഗം, അത് കഴിഞ്ഞ് അവര് ഒരു മതിലിന്റെ ഇപ്പുറത്ത് നിന്ന ആള് പെട്ടെന്ന് മുഖം കാണിക്കുന്നു, അത് കഴിഞ്ഞ് റോട്ടിൽ നടന്നു പോകുന്ന, ഇതിൽ എവിടെയും ശോഭാ സുരേന്ദ്രനില്ല. എന്നിട്ട് മറ്റൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നം കൂടി കണക്ട് ചെയ്ത് ഇത് ശോഭാ സുരേന്ദ്രനാണോ എന്ന് നിലവിളിക്കുന്നതൊക്കെ പാലക്കാട്ടെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ ഊച്ചാളിത്തരത്തിന്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ശോഭാ സുരേന്ദ്രനെ അപമാനിക്കാൻ ശ്രമിച്ചതിന്, ഇതിന് പാലക്കാട്ടെ ജനത ഒന്നൊന്നര മറുപടി തന്നെ കോൺഗ്രസിന് കൊടുക്കും. കോൺഗ്രസിന് മണ്ടക്കിട്ട് തന്നെ പാലക്കാട്ടെ ജനത കൊടുക്കും. പാലക്കാട്ടെ ജനതയ്ക്ക് ഇനി തെറ്റ് സംഭവിക്കില്ല. ഒരു കോൺഗ്രസിന്റെ MLA വിജയിപ്പിച്ചതിന്റെ ക്ഷീണം അവർക്ക് ഇന്നും തീർന്നിട്ടില്ല. അവരതിനുകൂടിയുള്ള ഒരു മറുപടിയായിട്ട് ശോഭാ സുരേന്ദ്രനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ നാടകം അങ്ങ് പൊളിഞ്ഞതോട് കൂടിയിട്ട് പാലക്കാട്ടെ ജനതയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങള്.